അപ്പം നമുക്കിന്ന് മുറിക്കാനുള്ളത് ഒരു 4-5 മൂട് തേക്കുണ്ട്. 2-3 വലുതാണ് ഉള്ളതിൻ്റെ അകത്ത്. പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതാണ് പ്രശ്നം. കേട് കണ്ടാൽ പറയത്തില്ല. എല്ലാ മരങ്ങളും കേടാണ്. കേടായതിന് കാരണം അതിൻ്റെ അകത്ത് വലിയ റബ്ബർ മരങ്ങൾ മുറിച്ചപ്പോൾ നിന്ന മരങ്ങളാണ്. അവരിത് വന്ന് മുറിച്ച് കളയാതെ നിർത്തിയിരുന്ന് കാറ്റ് പിടിച്ച് കുറഞ്ഞ് ശിഖരങ്ങളൊക്കെ ഒടിഞ്ഞു പോയി. അതിനുശേഷമുള്ള മരങ്ങൾ ആൾക്കാരെ വിളിച്ച് കോതിച്ചു. ഈ തേക്ക് മരത്തിനൊരു കുഴപ്പമുണ്ട്. തേക്ക് മരത്തിൻ്റെ ശിഖരം കോതുന്ന സമയത്ത് ഒരു 1.5 അടിയെങ്കിലും നീളം വിട്ട് കോതിയില്ലെന്നുണ്ടെങ്കിൽ, വെട്ടിക്കളഞ്ഞില്ലെന്നുണ്ടെങ്കിൽ അതിലോട്ട് ഉണക്ക് ആ കമ്പ് ഉണങ്ങി തടിയിലോട്ട് അങ്ങ് കയറി. അങ്ങനെയാണ് ഈ മരങ്ങൾക്കെല്ലാം പറ്റിയേക്കുന്നത്. കണ്ടോ, ഒരാൾക്ക് കയറിയിരിക്കുക മരങ്ങളെല്ലാം. അയ്യത്തെ ഈ നിൽക്കുന്ന ഞങ്ങൾക്ക് മുറിക്കാനുള്ളൊരു 4-5 മരങ്ങളുണ്ട്. അതിൻ്റെ അകത്തെല്ലാം തന്നെ ഇതേ അവസ്ഥയിലാണ് നിൽക്കുന്നത്. നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് ഇതെല്ലാം കയറി. ഈ മരവും ഉണക്ക് തന്നെ കണ്ടില്ലേ, ഈ കമ്പ് കോതി അത് ഉണക്ക് കയറിയതാണ് ഇതിലോട്ട്. ഈ മരത്തിൻ്റെ ഒരു പകുതി വെച്ച് മേപ്പെട്ട് ഉണക്കലാണ്. മുഴുവനും കേടാകണ്ടോ. നല്ല തേക്ക് മരങ്ങളായിരുന്നു. 55 ഇഞ്ച് വണ്ണമുള്ള മരങ്ങളൊക്കെയാണ്. പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല. കണ്ടോ, ഇതിന് മേപ്പെട്ട് ഉണക്കലാണ്. താഴെ നിന്നപ്പോൾ തന്നെ നമ്മളതിന് മേളിൽ കയറി ഇട്ടിട്ട് ഇവിടെ വെച്ച് ഒരു മുറി വെച്ച് അത് താഴെ കളഞ്ഞു. ഇപ്പോൾ പിന്നെ ഇവന്മാരുടെ ലോകോ, ഇവന്മാർ പണ്ട് കൊച്ചിലെ ഓമയ്ക്ക പറിക്കാൻ പോയതും പഴുത്ത് ഓമയ്ക്ക പറിച്ച കാര്യങ്ങളൊക്കെ ഇരുന്ന് പറയുക. അത് അവരുടെ ലോകം. അപ്പോൾ നമ്മൾ ഇത് മൂന്നൊക്കെ റിസ്ക് എടുത്ത് പണിഞ്ഞ് കഴിഞ്ഞിട്ട് എല്ലാം കഴിഞ്ഞ് കൂലിയൊക്കെ പറയുമ്പോഴാണ് ആളുകളുടെ മുഖം മാറുന്നത്. നമ്മൾ ഇത്രയും റിസ്ക് എടുത്ത് മരങ്ങൾ പറയും. ഈ മരം എടുത്ത ആൾ കുഴപ്പമൊന്നുമില്ല കേട്ടോ, പൈസയൊക്കെ റെഡിയാകും. പണിയുന്നതിന് മുമ്പ് പണിയിലും പൈസ തരും. നമ്മൾ വേറെ ചില ആളുകളുണ്ട്, ഈ ചില കോൺട്രാക്ടർമാരും വലിയ തടി കച്ചവടക്കാരും ഒക്കെ. നമ്മളത് പൈസയ്ക്ക് എത്ര പുറകെ നടന്നാലും ഇവർ ഇപ്പോൾ ഒന്നുമില്ല അങ്ങനെയൊക്കെ പറഞ്ഞു വിടുന്ന ഒരു എനിക്കൊരു 10-20,000 രൂപയോളം തരാനുണ്ട്. കാരണം പുള്ളി ചിലപ്പോൾ രാവിലെ വിളിക്കും, ഉച്ചയ്ക്ക് വിളിക്കും, വൈകിട്ട് വിളിക്കും. അതുകൊണ്ട് ഇങ്ങോട്ട് വന്നേ, പെട്ടെന്ന് വന്നേ ഞാനുണ്ട് ഇന്നടത്ത് തടി എടുത്തുനിന്ന് പീസാക്കിത്താ എന്നൊക്കെ പറഞ്ഞൊക്കെ നമ്മൾ വിളിക്കും. നമ്മളവരാകുമ്പോഴും മറ്റു പണിക്കിടയ്ക്ക് അന്നേലും നമ്മൾ ഓടിച്ചെല്ലും. അപ്പം ഞാൻ അങ്ങനെയൊന്നും പൈസ ഇപ്പോൾ 1 വർഷത്തോളം ആയി. അവരോടൊക്കെ പൈസ ചോദിക്കുമ്പോൾ ഞങ്ങളുടെ കയ്യിൽ പൈസ ഇല്ല, ഞങ്ങളുടെ കയ്യിൽ ആകെ ബുദ്ധിമുട്ട്, അങ്ങനെ ഇങ്ങനെ. പിന്നെ വിളിച്ചാൽ ഫോൺ എടുക്കത്തില്ല. എന്തോ കാര്യങ്ങളാണെന്നുള്ളത് നമുക്കറിയത്തില്ല. ഇപ്പോഴും ഉണ്ട് ചില ആളുകൾ. ഈ പുള്ളി കുഴപ്പമൊന്നുമില്ല, പുള്ളി ഡീസൻ്റ് ഇടപാടാണ്. പൈസയൊക്കെ പണി കഴിയുമ്പോഴേ പൈസ എടുത്ത് കൈ തരും. നമ്മൾ കൂലി പറയുന്നതിന് മതിയോ എന്നുള്ള ചോദ്യമേ ഉള്ളൂ. പിന്നെയും ഉണ്ടെങ്കിൽ പുള്ളി എന്തെങ്കിലും കൂടെ നമുക്ക് പണിക്കൂലി തരും. അങ്ങനെയൊക്കെ ഉള്ളവരുമുണ്ട്. പണി ചെയ്താൽ കൂലി തരാത്തവരുമുണ്ട്. പണിക്കൂലി ചോദിക്കുന്നുണ്ട്, ഇത്രയുമോ. ആ മിഷമാളൊക്കെ നമ്മളൊന്ന് പണിക്ക് കയറ്റി കഴിഞ്ഞാൽ നമുക്ക് എത്ര രൂപയുടെ പണിയാണ് വരുന്നതെന്നറിയോ? ഒരു സ്പ്രിങ്ങിന് കൊടുക്കണം 800 രൂപ, 900 രൂപ. 800 കിടന്ന ചെയിൻ ഇപ്പോൾ 1050 രൂപയായി ചെയിൻ. പിന്നെ വണ്ടിയുടെ പെട്രോള്, ഇതിന് പെട്രോൾ വേണം, ഓയിൽ വേണം. പിന്നെ നമുക്ക് 3 പേർക്കുള്ള ശമ്പളവും കാര്യങ്ങളും വേണം. അതൊക്കെ പറയുന്നുണ്ടേ ആണ് ആളുകൾക്ക് ബുദ്ധിമുട്ട്. അതും പോട്ടെ, നമ്മൾ ഈ പണി കഴിഞ്ഞിട്ട് ഈ കൂലി തരാത്തതാണ് പ്രശ്നം. അങ്ങനെയൊക്കെ കുറേ ആളുകളുണ്ട്. എന്തോ സ്വഭാവമാണോ എന്തോ, എല്ലാ മേഖലയിലും കാണും. എന്നാലും പണി ചെയ്തിട്ട് കൂലി കൊടുക്കത്തില്ല, പിന്നെ വിളിച്ചാൽ ഫോൺ എടുക്കത്തില്ല. എന്തോ പരിപാടിയത്. അപ്പോൾ നമ്മളിത് 3-4 മൂടുണ്ട്. കാരണം നല്ല കാതലുള്ള തേക്കാണ്. അപ്പോൾ പുള്ളിയോട് ചോദിച്ചാൽ പുള്ളി പറഞ്ഞു ഒത്തിരി താക്കുമൊന്നും വേണ്ട, ഈ ഒരിത് വെച്ച് മുറിച്ചാൽ മതിയെന്ന് പറഞ്ഞു. പിന്നെ നമ്മളത് ഈ ഒരെണ്ണേ ഉള്ളൂ കൊള്ളാമെന്ന്. നമ്മളത് മുറിച്ചു. കാരണം മുറിച്ചിട്ട് ഓടണം. കാരണം ഓടാതെ പണ്ട് ഇരുന്ന് ഒത്തിരിയൊക്കെ കിട്ടിയതാണ്, പടമായില്ലെന്നേ ഉള്ളൂ.